ഞാൻ എപ്പോഴും ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് ഞാൻ കൃപാസന മാതാവിൻ്റെ വീഡിയോസും ജോസഫച്ചൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നി നേരെ ഇങ്ങോട്ട് വരണമെന്നും ഇവിടെ വന്നിട്ട് ഉടപടി എടുക്കണമെന്നും വീട്ടിൽ നിന്നും പറഞ്ഞു. ഞാനും പറഞ്ഞു. ഞാൻ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ നിർബന്ധിച്ച് കൂട്ടി ഞാൻ എൻ്റെ വാഹനം എടുത്തിട്ട് സുഹൃത്തുക്കളുമായിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഇവിടെ വന്ന് ഞങ്ങൾ പിന്നെ ഉടമ്പടി എടുത്തപ്പം നവംബർ 15 ഞാൻ എടുക്കുന്നത്. ഞാൻ ഒത്തിരി വിഷമത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ കുറേ കരഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രായമുണ്ട് എനിക്ക്, പക്ഷേ എനിക്ക് കരയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വിഷമത്തിലാണ് നിന്നത്. ഞാൻ കരഞ്ഞ ശേഷം ഞാൻ നേരെ പിന്നെ ഇവിടുന്ന് ഉടമ്പടിയെല്ലാം എടുത്ത് ഒരു 3:30-4 മണി അങ്ങനെ ആയപ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി ഒരു 1.5 മണിക്കൂർ ഞാൻ പിന്നെ 1.5 മണിക്കൂർ എത്തിയപ്പോഴത്തേനും എനിക്കൊരു ഓഫർ ലെറ്റർ വരുവാണ്. 1.5 മണിക്കൂർ ഇവിടുന്ന് സഞ്ചരിച്ചപ്പോഴത്തേനും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. കാരണം ഞാൻ ആദ്യത്തെ തവണ കിട്ടാതെ ആയപ്പം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പ്രശ്നം വന്നപ്പോൾ ഞാൻ എൻ്റെ ഏജൻസി മാറ്റിയിട്ട് മറ്റൊരു ഏജൻസിയിൽ കൊടുത്തിരുന്നു. അത് ഞാൻ കൺട്രി മാറ്റുകയും ചെയ്തു. അയർലാൻഡിലേക്കാണ് കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഒന്നുമില്ല, പിന്നെ ചുമ്മാ ശ്രമിക്കുകയെന്ന്. അപ്പോൾ ഞാൻ ഈ ആളുകളെ മുഖത്ത് നോക്കാൻ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം കൂടി ഉണ്ട്. ഞാൻ എന്തിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പ്രോസസ്സ് ചെയ്യാനും നിന്നായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഇവിടുന്ന് ഇറങ്ങി 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ മാതാവിന് നന്ദി പറഞ്ഞു. എനിക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എനിക്ക് വേണ്ടി മാതാവ് പ്രവർത്തിച്ചു തുടങ്ങിയത്. അങ്ങനെ ഞാൻ അതിനുശേഷം എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പയ്യെ മുന്നോട്ട് നടന്നു. അങ്ങനെ ഞാൻ എനിക്ക് എക്സാം എഴുതണമായിരുന്നു. അങ്ങോട്ട് ഡുവലിംഗോ എന്ന് പറഞ്ഞ എക്സാം എഴുതണം, അതിന് സ്കോർ വേണം. അപ്പോൾ UK എനിക്ക് ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ എഴുതേണ്ട വന്നു. അപ്പം ഞാൻ എഴുതാൻ വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു. പക്ഷേ ഞാൻ കാര്യമായിട്ട് പഠിക്കാൻ നിന്നില്ല. കാരണം എനിക്ക് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിനൊന്നും സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനൊന്നും പഠിക്കാൻ കാര്യം നിന്നില്ല. വളരെ ഇടയ്ക്ക് ഒരു പിന്നെ മൊഡ്യൂൾസൊക്കെ ഞാൻ ചുമ്മാ യൂട്യൂബ് വഴിയൊക്കെ നോക്കും. ബാക്കി സമയത്ത് ഞാൻ പക്ഷേ പ്രാർത്ഥനകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊണ്ട് നടന്നിരുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥിച്ച് ചെല്ലാനും എല്ലാം കൃത്യമായിട്ട് സമയം കണ്ടെത്തി ഞാൻ ദേവാലയത്തിൽ പോകാനൊക്കെ മാക്സിമം സമയമൊക്കെ കണ്ടെത്തി. അങ്ങനെ ഞാൻ പക്ഷേ ഇവിടുത്തെ കൊണ്ടുപോയി ഉടമ്പടി പത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 കൊടുത്തതിന് ശേഷം എനിക്ക് മടി കാരണം ബാക്കി മൊത്തം എടുത്ത് ഞാൻ മാറ്റി വെച്ചു.